ഇറാൻ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോഡോയ്ക്ക് സമീപം ഭൂചലനം. തിങ്കളാഴ്ച പുലർച്ചെയാണ് ഇറാന്റെ ഏറ്റവും നിഗൂഢവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ ഫോഡോയ്ക്ക് സമീപം നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം നടന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ സ്ഫോടനങ്ങളാണോ ഭൂചലനത്തിന് കാരണമായിട്ടുള്ളതെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. 2.5 തീവ്രതയുള്ള ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ജൂൺ 13-നുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ തന്നെ ഫോഡോയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായതായി ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി വിശദമാക്കിയിരുന്നു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നാഥൻസ്, ഇസ്ഫഹാൻ, ഫോഡോ എന്നിവയ്ക്കെതിരായിരുന്നു ഇസ്രായേൽ ജൂൺ 13-ന് ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആദ്യ വ്യോമാക്രമണത്തിൽ നാഥൻസ് ആണവ കേന്ദ്രത്തിന്റെ ഭൂമിക്ക് മുകളിലുള്ള നിലയാനുബന്ധ സംവിധാനങ്ങൾ കേടുപാടുകൾ സംഭവിക്കുകയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഭൂഗർഭ അറകളിൽ പ്രവർത്തിക്കുന്ന ഇന്ധന സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി UN-നെ അറിയിച്ചിട്ടുണ്ട്. നാഥൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ടിട്ടുണ്ട്. നാഥൻസ് ആണവ കേന്ദ്രത്തിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് മുമ്പും ശേഷവും പകർത്തിയ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഇറാൻ ആണവ പദ്ധതികളുടെ തുടിക്കുന്ന ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് നാഥൻസ്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് വലിയ അളവിൽ ഇന്ധനം നിർമ്മിച്ചത് നാഥൻസിലാണ്. ആറ്റം ബോംബ് നിർമ്മാണത്തിലെ തൊട്ടുപടിക്കിലെ ഘട്ടത്തിലെത്തി നിൽക്കുന്ന ന്യൂക്ലിയർ ഇന്ധനമാണ് കഴിഞ്ഞ 3 വർഷത്തിനിടെ നാഥൻസിൽ ഇറാൻ തയ്യാറാക്കിയത്. ഇറാന്റെ ഏറ്റവും നിഗൂഢവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോഡോ. ഇറാനിയൻ നഗരമായ ക്വോമിന് 32 കിലോമീറ്റർ അകലെയുള്ള ഫോഡോ ഗ്രാമത്തിലെ ഒരു മലക്കിടയിലാണ് ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോഡോ ഇസ്രായേലിന് അത്ര എളുപ്പം കടന്നാക്രമിക്കാൻ കഴിയുന്നിടമല്ലെന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു. ഭൂനിരപ്പിൽ നിന്ന് 1/2 മൈലോളം ആഴത്തിൽ പണിതുണ്ടാക്കിയ കട്ടിയേറിയ കോൺക്രീറ്റ് അറയിലാണ് ഫോഡോ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ നിലയമായ ഫോഡോ ആക്രമിക്കാൻ ഇസ്രായേലിന് അമേരിക്കൻ ബോംബുകൾ അനിവാര്യമാണെന്ന് വിലയിരുത്തലുകളുണ്ട്. UN സംഘത്തിന്റെ നിരീക്ഷണമുള്ളതിനാൽ മനഃപൂർവ്വം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന് കനത്ത നാശം വിതയ്ക്കാനാകുന്നില്ലെന്ന പക്ഷവും സജീവമാണ്. ഇറാനിലെ യുറേനിയം ശേഖരം ആക്രമിക്കുന്നത് മനുഷ്യരാശിക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയും ലോകത്തുണ്ട്.